മൂവരും തിണ്ണയിൽ കൊച്ചുവർത്തമാനം പറഞ്ഞു തീരാതെ ഇരിപ്പായിരുന്നു. ഗോപുവിൻ്റെ കല്യാണം വല്ലതുമായോ? ശാലിനി ചോദിച്ചു. ഇല്ല, അവൻ ഒന്നിനും അടുക്കുന്ന ലക്ഷണമില്ല. ഞാൻ ഇതും പറഞ്ഞു പുറകെ നടപ്പാണെന്നും. എല്ലാത്തിനും ഒരു സമയമുണ്ട്. വിനോദ് എന്തോ മനസ്സിൽ കണക്കുകൂട്ടി പറഞ്ഞു. അതേ ആഗ്രഹം ഗോമതിയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. ഗോപേട്ടൻ്റെ മുറി ഏതാ? അവൾ ചെറിയൊരു പരുങ്ങലോടെ ചോദിച്ചു. ചേട്ടൻ്റെ മുറി മുകളിലാണ്, എൻ്റെ താഴെയാണ്. ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? പുള്ളി അങ്ങനെയാണ്, പക്ഷേ ഞാൻ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. 28 എൻ്റെ പിറന്നാളും ചേട്ടൻ്റെ പിറന്നാളും ഒരു മാസമാണ്. അതേയോ? നിനക്ക് 24 എനിക്ക് 25. കല്യാണമൊക്കെ? ഏയ്, എനിക്കിപ്പോൾ. നിനക്കല്ല, ചേട്ടനോ? പുള്ളിക്ക് അതിനൊന്നും താല്പര്യമില്ല. ഇവളെന്താ ചേട്ടൻ്റെ കാര്യം മാത്രം ചോദിക്കുന്നത്? എനിക്കിത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. മഹി ചിന്തിച്ചു. പണ്ട് ഞാൻ ഒരു കത്ത് തന്നത് നിധി ഓർക്കുന്നുണ്ടോ? ഇല്ല. ഇല്ലേ? ഇല്ല. നമുക്ക് എന്തെങ്കിലും പറഞ്ഞിരിക്കാം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ആൻറ്റിയോട് എൻ്റെ മുറിയൊന്ന് കാണിച്ചു തരാൻ പറയാവോ? അവൾക്ക് തന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് മഹിക്ക് മനസ്സിലായി. എങ്കിലും അവൻ വെറുതെ വിടാൻ ഭാവിച്ചിരുന്നില്ല. ഗോപൻ്റെ മുറിയുടെ വാതിൽ ആരോ കൊട്ടി. ആരാ? അവൻ വിളിച്ചു ചോദിച്ചു. ഞാനാ. പുറത്തു മഹിയായിരുന്നു. നിനക്കുറക്കമൊന്നുമില്ലേ? ഇനി എല്ലാം കൂടി ഇങ്ങോട്ട് വരും. വേഗം അകത്തേക്ക് കയറ്. എന്ത് സ്വഭാവമാണ് ചേട്ടാ? അവൻ മുറിയിലേക്ക് കയറി. അവൾക്ക് ചേട്ടനൊരു നോട്ടമുണ്ടെന്ന് തോന്നുന്നു. ഒന്നും മിണ്ടാതിരിക്കെ. നോട്ടം? എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. നീ പോയി ശല്യപ്പെടുത്തി കാണും. ആര്? ഞാനോ? ഒരു കല്യാണം വരുന്നുണ്ട്. നിന്റെയാണോ? ചേട്ടന് താല്പര്യമില്ലെന്ന് എനിക്കറിയാം. ഞാൻ കൂടെ ഉണ്ട്. ആര് നിർബന്ധിച്ചാലും ഉറച്ചു നിൽക്കണം. നിനക്കിതെന്താടാ പറ്റിയേ? ഒറ്റപ്പെട്ടു എന്ന് തോന്നരുത്. ഇല്ല. നീ നിന്റെ മുറിയിലേക്ക് പോയേ. അത് അമ്മാവന് കൊടുത്തു. വേറെ മുറിയില്ലേ ഈ വീട്ടിൽ? ഞാൻ എന്ത് ചെയ്യാനാണ്? പുള്ളി പണ്ട് ആ മുറിയിലായിരുന്നു കിടന്നത് എന്ന്. ഞാൻ ഇനി ഈ മുറിയിലാണ്. അയ്യോടാ, വേറെ എവിടെയെങ്കിലും വെക്കോണം. എനിക്കിനി പുതിയതായി പോയി വൃത്തിയാക്കാൻ വയ്യ. എനിക്ക് കുറച്ച് പ്രൈവസി വേണം. ഞാനൊരു ശല്യത്തിനും വരില്ല, സത്യം. ഇതും പറഞ്ഞ് മഹി ഓടിച്ചെന്ന് കിടക്കയിലേക്ക് ചാടി. ചേട്ടൻ എപ്പോഴാടി വരുന്നത്? നാളെ രാവിലെ. ഞാനൊരു കാര്യം ചേട്ടനെ സൂചിപ്പിച്ചിരുന്നു. നിന്നോട് പറഞ്ഞോ? ഇല്ല. ചേച്ചിയോട് പറഞ്ഞില്ലേ? എന്നോടൊന്നും പറഞ്ഞില്ല ശാലിനി. എന്താ കാര്യം? ഞങ്ങൾ ഇങ്ങോട്ട് വെറുതെ വന്നതല്ല, ഒരാലോചനയായിട്ട് വന്നതാണ്. വിനോദ് പറഞ്ഞു. ആലോചന? ക്ലിയറായിട്ട് പറയ് ചേട്ടാ. നിധിയെ ഗോപുവിന് ആലോചിക്കുന്ന കാര്യം ചേച്ചി അറിഞ്ഞില്ലേ? ഇല്ല ശാലിനി, ചേട്ടൻ എന്നോടൊന്നും പറഞ്ഞില്ല. പറഞ്ഞില്ലെങ്കിൽ വേണ്ട. നിന്റെ അഭിപ്രായം എന്താ? എന്ത് ചോദ്യമാണ് ചേട്ടാ അത്? ഞാനിത് എപ്പോഴും ആലോചിക്കുന്നതാണ്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഉണ്ടോ എന്ന് അറിയാത്തത് കൊണ്ടാണ് തുറന്നു പറയാതെ ഇരുന്നത്. ഗോമതിക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നു അത്. അത് കേട്ടാൽ മതി. നിധിക്ക് പണ്ട് മുതലേ അവനെ വലിയ ഇഷ്ടമാണ്, ശാലിനി പറഞ്ഞു. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ ആർക്കും ഇഷ്ടപ്പെടും. ചേട്ടനെ പോലെ തന്നെ. വിനോദ് അതും അഭിമാനത്തോടെയായിരുന്നു പറഞ്ഞത്. കേട്ടപ്പോൾ ഗോമതിക്കും സന്തോഷമായി. അവനത് സമ്മതിക്കുമോ എന്നൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തു നിന്നുള്ള അവരുടെ സംസാരം നിധിക്ക് കേൾക്കാമായിരുന്നു. അവൾക്ക് ചെറുപ്പം മുതൽ തന്നെ അവനെ ഇഷ്ടമായിരുന്നു. ഇത്ര ആലോചനയാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് അറിയാവോ അവന്? ഒരാലോചനയെങ്കിലും അവൾക്ക് ഇതുവരെ വന്നിട്ടുണ്ടോ? മുത്തശ്ശി ഫോണിൽ ആരോടോ സംസാരിക്കുകയായിരുന്നു. തള്ളയ്ക്ക് ബാക്കി രണ്ടെണ്ണത്തെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ല. ഏതു നേരവും ഒരു ശാരിക. അവളെ കെട്ടിച്ചിട്ട് ശാലിമോളുടെ കല്യാണം നടത്താൻ നിന്നാൽ രണ്ടും നിന്നു പോകും. ഞാനിത് പറയുന്നത് അവൾക്ക് പിടിക്കില്ല. ഞാൻ പിന്നെ വിളിക്കാം. ആരോടോ കുറ്റം പറഞ്ഞു കൊടുത്ത ശേഷം മുത്തശ്ശി ടിവിയുടെ മുമ്പിൽ വന്നിരുന്നു. മുത്തശ്ശി അങ്ങനെയല്ലേ? നീ വിഷമിക്കല്ലേ ശാരിക. ചേച്ചി അവളെ സമാധാനിപ്പിച്ചു. ചേച്ചി വെറുതെ വിഷമിക്കാതെ ഇരുന്നാൽ മതി. എനിക്ക് ഒരു കുഴപ്പവുമില്ല. അവരുടെ സംസാരം ഷാലു മിണ്ടാതെ കേട്ടു നിന്നു. ഷാലു, നീ ഈ കല്യാണം വേണ്ടെന്ന് മുത്തശ്ശിയോട് പറയേ. ശാന്തി അവളുടെ അടുത്ത് ചെന്നിരുന്നു. ഞാൻ എന്തിനാ അങ്ങനെ പറയുന്നത്? മുത്തശ്ശിയെ എതിർത്ത് ഞാൻ ഒന്നും ചെയ്യില്ല. അവിയെ ഷാരിയയ്ക്കല്ലേ ആലോചിച്ചു വെച്ചത്. അവർക്ക് എന്നെ മതി എന്ന് പറഞ്ഞത് ചേച്ചി കേട്ടതല്ലേ. എനിക്ക് ആരെയും വെറുപ്പിക്കാൻ പറ്റില്ല.